ത്രിയേക ദൈവത്തിൻ്റെ ധന്യനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളെ, ഈ വലിയ നോയമ്പിൽ അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് ലഭിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് ഏവെങ്കലിയോസിന് സുവിശേഷം അതിന് 13-ാം അധ്യായം 18 മുതൽ 30 വരെയുള്ള വേദഭാഗമാണ്. ഈ വേദഭാഗം 3 ചിന്തയെ പങ്കുവയ്ക്കുന്നു. ഒന്ന്, എന്താണ് സ്വർഗരാജ്യം? സ്വർഗരാജ്യം വളർച്ചയെ സൂചിപ്പിക്കുന്നു. ഇവിടെ സദൃശ്യപ്പെടുത്തിയിരിക്കുന്ന 2 കാര്യം കടുകുമണിയും പുളിമാവുമാണ്. ഇത് രണ്ടും പോസിറ്റീവായിട്ടുള്ള വളർച്ചയാണ് സൂചിപ്പിക്കുന്നത്. പോസിറ്റീവായിട്ടുള്ള വളർച്ച എന്ന് പറയുന്നത് ഞാൻ മാത്രമല്ല, എൻ്റെ സഹജീവി, എൻ്റെ സഹോദരൻ, എൻ്റെ സുഹൃത്ത് കൂടി എന്നോടൊപ്പം വളരുകയാണ്. തളർന്നു കിടക്കുന്നവനെ, വീണ് കിടക്കുന്നവനെ കൈപിടിച്ച് ഉയർത്തുവാൻ സാധിക്കണം. ഞാൻ വളരുമ്പോഴൊപ്പം തന്നെ എൻ്റെ സഹോദരനെ കൈപിടിച്ചുയർത്തുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുക. ബി എ ഹെൽപ്പിംഗ് ഹാൻഡ് ടു അതേഴ്സ്. പലപ്പോഴും ഇന്ന് നമ്മുടെ ചിന്ത ഞാൻ വളരുകയും അവൻ മറ്റുള്ളവർ കുറയുകയും ചെയ്യണം എന്നാണ്. എന്നാൽ സ്വർഗരാജ്യം ചൂണ്ടിക്കാട്ടുന്നത് ഞാൻ വളരുന്നതോടൊപ്പം തന്നെ മറ്റ് സഹജീവിയും സഹോദരനും എന്നോടൊപ്പം വളരുക എന്നതാണ്. രണ്ടാമത്, സ്വർഗരാജ്യത്തിൽ കടക്കാൻ എങ്ങനെ കടക്കണം? സ്വർഗരാജ്യത്തിൽ കടക്കുവാൻ ഉള്ള വാതിൽ ഇടുങ്ങിയതാണ്, എന്നാൽ കടക്കുവാൻ പറ്റും. ഇവിടെ കർത്താവ് പറയുന്നുണ്ട്, കടപ്പാൻ പോരാടുകയും. നിരന്തരമായ പോരാട്ടം ഉണ്ടെങ്കിൽ മാത്രമേ സ്വർഗരാജ്യം കടക്കുവാൻ എത്തിപ്പറ്റുവാൻ സാധിക്കത്തുള്ളൂ. ഫൈറ്റ് എഗെയിൻസ്റ്റ് ഇവിൽ. അനീതി നിറഞ്ഞ ഈ ലോകത്ത് നീതിക്ക് വേണ്ടി പോരാടുവാൻ സാധിക്കണം. നോമ്പിൻ്റെ കാലയളവ് അപ്രകാരമുള്ള ഒരു പോരാട്ടം, യുദ്ധം ആണല്ലോ. ജീവനുള്ള മത്സ്യം ഒഴുക്കിന് എതിരെ നീന്തും, എന്നാൽ ജീവൻ നഷ്ടപ്പെട്ട മത്സ്യം ഒഴുക്കിനോട് താതാത്മ്യപ്പെടും. പ്രിയമുള്ളവരെ, അനീതിക്ക് താതാത്മ്യപ്പെടുവാനാണോ അതോ അനീതിക്ക് എതിരെ പോരാടുവാനാണോ നമുക്ക് സാധിക്കുന്നത് എന്ന് ചിന്തിക്കുക. പരിശുദ്ധനായ പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 7-8 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനിയും നീതിയുടെ കിരീടം എനിക്ക് വച്ചിരിക്കുന്നു. മൂന്നാമതായി, ആര് കടക്കും? അനീതിക്കെതിരെ പോരാടിക്കഴിഞ്ഞ് ദൈവം നമ്മുടെ ജീവിതത്തിൽ നന്മ നൽകുമ്പോൾ, ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന സൗഭാഗ്യങ്ങൾ കണ്ട് നിഗളിക്കുവാനോ അഹന്തി ഉണ്ടാകുവാനോ പാടില്ല. പ്രിയമുള്ളവരെ, ദൈവം നമ്മളെ ഉയർത്തുമ്പോൾ നമ്മൾ നിഗളഭാവം നമ്മുടെ മനസ്സിനുള്ളിൽ വരുവാൻ ഇടം നൽകല്ല. അങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ ഈ വേദഭാഗത്ത് പറയുന്ന പ്രകാരം മുമ്പന്മാരായിത്തീരുന്ന പിമ്പന്മാരുണ്ട്, പിമ്പന്മാരായിത്തീരുന്ന മുമ്പന്മാരുമുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ നമ്മെ തന്നെ ഉയർത്തുമ്പോൾ ദൈവസന്നിധിയിൽ താഴ്ത്തപ്പെടും എന്നതാണ് തൊട്ട് അടുത്തുള്ള വേദഭാഗം 14-ാം അധ്യായം 7 മുതൽ 11 വരെയുള്ള വേദഭാഗത്ത് പറയുന്നത്. നമ്മൾ നമ്മെ തന്നെ ഉയർത്തുമ്പോൾ ദൈവസന്നിധിയിൽ താഴ്ത്തപ്പെടുകയാണ്. അവിടെ വിരുന്നുശാലയിൽ ക്ഷണിക്കപ്പെടുന്ന ഒരു ഉപമ പറയുന്നുണ്ട്. അവിടെ ക്ഷണിക്കപ്പെടുമ്പോൾ നമ്മൾ ഏറ്റവും പിൻപിൽ ചെന്ന് നിൽക്കുകയാണെങ്കിൽ അവിടുത്തെ യജമാനൻ നമ്മളെ മുൻപിൽ വിളിച്ച് ഇരുത്തും. പ്രിയമുള്ളവരെ, ദൈവം ഉയർത്തുന്നവർ അവരുടെ ഉള്ളിൽ നിഗളം ഉണ്ടാകുമ്പോൾ അത് വലിയ വീഴ്ചയ്ക്ക് കാരണമായി തീരും. ശൗല് രാജാവിനെ കുറിച്ച് നമുക്ക് അറിയാവുന്നതാണ്. ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ഒരു മനുഷ്യൻ ആ മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ നിഗളഭാവം ഉണ്ടായപ്പോൾ
ശൗൽ രാജാവിന് വീഴ്ച ഉണ്ടായി. ആ വീഴ്ച അവന് തകർച്ചയ്ക്ക് മുഖാന്തരമായി തീർന്നു. സ്വർഗരാജ്യം എന്താണ്? സ്വർഗരാജ്യം എങ്ങനെ കടക്കണം? ആര് കടക്കും? എന്ന് 3 കാര്യങ്ങളാണ് ഇന്നത്തെ വേദഭാഗം പങ്കിടുന്നത്. സ്വർഗരാജ്യം എന്താണ്? അത് വളർച്ചയെ സൂചിപ്പിക്കുന്നു. എങ്ങനെ കടക്കും? പോരാട്ടം മൂലം. പോരാടുന്നവർ, അനീതിക്കെതിരെ പോരാടുന്നവർക്ക് മാത്രമേ കടക്കുവാൻ സാധ്യതയുള്ളൂ. 3-മത്, ആര് കടക്കും? താഴ്മ വരിക്കുന്നവന് കടക്കുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ഈ വലിയ നോയമ്പിൽ നമ്മോടൊപ്പം നമ്മുടെ സഹജീവിയെ ചേർത്ത് പിടിക്കുവാനും അനീതിക്കെതിരെ പോരാടുവാനും അതോടൊപ്പം തന്നെ താഴ്മ വരിക്കുവാനും സാധിക്കട്ടെ. അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് ഈ ഭൂമിയിൽ തന്നെ സ്വർഗരാജ്യം കൈവരിക്കുവാൻ സാധിക്കും. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ നോമ്പ് മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വചനങ്ങൾ ചുരുക്കുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.